മുല്ലപൂത്ത മണമിയലും മുത്തുമണി ചന്ദ്രികയിൽ നിൻ കൊലുസിൻ കിങ്ങിണികൾ ഇന്നെന്തേ കിലുങ്ങിയില്ല. മുല്ലപൂത്ത മണമിയലും മുത്തുമണി ചന്ദ്രികയിൽ നിൻ കൊലുസിൻ കിങ്ങിണികൾ ഇന്നെന്തേ കിലുങ്ങിയില്ല. ഗാനത്തിൻ ഗാനത്തിലെ ജോസേ, നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളെ പെണ്ണിനെ പറയാറുന്ന ആ ചെറുക്കനും അതിന്റെ കൂട്ടുകാർ കലിംഗ് പോസ്റ്റ് ടീമും കൂടി ഇയാളെ കാണാൻ പോയ പെണ്ണെ തട്ടിക്കൊണ്ട് പോയതൊക്കെ പറയുന്നത് കേട്ടോട്ടെ. ഇതേ ഇന്ന് തന്നോട് ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരോടും പറയരുത് കേട്ടോ. ആവശ്യമില്ലാത്തൊന്നും അല്ല, പോലീസുകാരെ പറ്റി ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഉത്തമ, അവനെന്റെ കൊച്ചിന്റെ പുറകെ നടന്നുള്ള കാര്യം സത്യമാ. അവനെന്റെ കൊച്ചിനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിന് ബേജാറാവണം? അപ്പൊ കല്യാണം കഴിഞ്ഞതെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഉത്തമ, താൻ ചായ കുടിക്കാൻ വന്നതാണ്, ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? വെറുതെ എന്റെ വീക്ക് എന്തിനാ കൂട്ടുന്നത്? അല്ല ജോസേ, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളായി നിങ്ങളെ പാടായി. ഇവിടെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് വന്നതാണ്. ഓരോരുത്തരും ഓരോന്ന് അനുഭവിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ തീരൂ, അല്ലേ തമ്പി? അതെ അതെ, അവന്മാര് നമുക്കറിയാവുന്നതല്ലേ. ഇവിടെ ഒന്ന് ചായ കുടിയും കഴിഞ്ഞ് പറ്റുപോലും തരാൻ പോന്ന മരമല്ല. ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ പതുക്കെ ചായ കുടിച്ചിരിക്കുക. ഞാൻ പോവാ, എനിക്ക് പണിയുണ്ട്. ഹലോ സുനി, താൻ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. എവിടെ? നമ്മുടെ ടോമിച്ചന്റെ വീടിന്റെ മുന്നിലുണ്ട് ഞാൻ. എങ്കിൽ താൻ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എന്തോ മനസ്സിൽ കിടന്ന് അലട്ടുന്നു. എനിക്ക് തന്നെ ഒന്ന് കാണണം. ഞാൻ വന്നിട്ടേ താൻ പോവാവുള്ളൂ. എന്നാ അണ്ണാ, ആരാ വിളിച്ചേ? അതായത് ജോസാ. ജോസോ? പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതല്ലേ, പിന്നെന്തിനാ അയാൾ പിന്നെയും വിളിക്കുന്നേ? അറിയില്ല, എന്തോ ഒന്ന് പുള്ളിയുടെ മനസ്സിലുണ്ട്. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നീ മാറി, പുള്ളി ഇപ്പം വരും. അണ്ണാ, ഞാൻ അങ്ങ് മാറിയേക്കാം. നിങ്ങളുടെയൊക്കെ വർത്തമാനം കേട്ടാൽ എപ്പോഴും ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ, ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു അധികപ്പറ്റ് പോലെ. സാരമില്ല, പിന്നേക്ക് എന്താ പറയാനുള്ളത് നോക്ക്, ഞാൻ പോവാം. എടാ വിഷ്ണു, നീ നിൽക്കടാ. എടാ വിഷ്ണു, നിൽക്കടാ. എന്താ വിഷയത്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? എടോ, നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുന്നു. നിങ്ങളേതോ പെൺകൊച്ചിനെ കടത്തിക്കൊണ്ട് പോയെന്നു. എൻ്റെ മോടെ പുറകെ നടന്ന വിഷ്ണു, നിങ്ങളൊക്കെയാണ് അതിനകത്തെ പ്രതികളെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇതൊക്കെ ശരിയാണ്? ആ ചെറുക്കം കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഞാനിവിടെ നിന്ന് സ്ഥലം വിട്ട് മാറിയാലോ എന്ന് തന്നെ ഞാൻ ആലോചിക്കുകയാണ്. ജോസേട്ടാ, നിങ്ങൾ എന്നാ മണ്ടത്തരമായി പറയുന്നത്? ഞങ്ങളാരും ഈ കേസ് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ പോലീസ് കേസ് അന്വേഷിച്ചോണ്ടിരിക്കുമല്ലേ? പിന്നെ നാട്ടുകാരെ വാ മൂടിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞങ്ങളൊക്കെ നിർത്തി തന്നത്, ഞങ്ങളിപ്പോൾ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞ കേട്ടിട്ടേ ഞങ്ങളുടെ മുന്നോട്ട് കയറാൻ പറയണ്ട. നിങ്ങളായിട്ട് ഇനി ഒന്നിനും വരല്ലേ. സുനി, മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാനിവിടെ വരരുതായി.